സംസ്ഥാനത്ത് കലിതുള്ളി കാലവർഷം വരാൻ പോകുന്നത് അതിശക്തമായ മഴയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി. തെക്ക് പടിഞ്ഞാറൻ ഗംഗാതട പശ്ചിമ ബംഗാളിന് മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതിനാൽ സംസ്ഥാനത്തടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി. ജൂലൈ 12-ന് ശേഷം അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത. മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മഹാരാഷ്ട്ര തീരം മുതൽ ഗോവ തീരം വരെ തീരത്തോട് ചേർന്നുള്ള ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നതാണ് നിലവിലെ മഴയ്ക്ക് കാരണമായിരിക്കുന്നത്. സംസ്ഥാനത്ത് കാലവർഷം അല്പം കൂടി ശക്തി കുറഞ്ഞു വരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്നലെ പൊതുവെ മഴയിൽ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ ഇടയ്ക്ക് വന്നുപോകുന്ന ഒറ്റപ്പെട്ട മഴ തുടരും. ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് 2 ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മണിക്കൂറിൽ പരമാവധി 40 മുതൽ 50 കിലോമീറ്റർ വരെയിൽ ശക്തമായ കാറ്റിനും കനത്ത മഴയ്ക്കും സാധ്യതയുണ്ട്. ജൂലൈ 12ഓടുകൂടി കാലവർഷം അടുത്ത സ്റ്റേജിലേക്ക് വ്യാപിക്കുമെന്നുള്ളതാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റന്നാൾ വൈകിട്ടോടുകൂടി തന്നെ മഴയിൽ വർധനവ് വന്നു തുടങ്ങും. ഞായറാഴ്ച സംസ്ഥാനത്ത് 7 ജില്ലകളിൽ ശക്തമായ മഴ കണക്കിലെടുത്ത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വരുന്ന ആഴ്ചയോടുകൂടി ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുന്നത് കനത്ത മഴയ്ക്കിടയാക്കും. ശേഷമുള്ള ദിവസങ്ങളിൽ കൂടുതൽ ജില്ലകളിൽ മഴ ശക്തിപ്പെടാൻ സാധ്യതയുള്ളതിനാൽ വിവിധ ജില്ലകൾ യെല്ലോ അലർട്ടിലേക്കും ഓറഞ്ച് അലർട്ടിലേക്കും മാറും. പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ് ഉൾപ്പെടെയുള്ള വടക്കൻ കേരളത്തിലാണ് മഴ കൂടുതൽ ശക്തി പ്രാപിക്കുക. പത്തനംതിട്ട മുതൽ ഇങ്ങോട്ട് മധ്യ കേരളത്തിലും അല്പം കുറഞ്ഞ സാധ്യതയോടെ മഴ ശക്തിപ്പെടും. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഇതിലും കുറഞ്ഞ സാധ്യതയോടെ മഴ ശക്തിപ്പെടും. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള തീരദേശ മേഖലകളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്ന് ഇൻകോയിസ് മുന്നറിയിപ്പ് നൽകി. കാലാവസ്ഥാ വാർത്തകൾക്കും മുന്നറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.